അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല PR വർക്കുകളും നടക്കുന്നുണ്ട്. സർക്കാരിന്റെ വക ഒരു PR നടക്കുന്നുണ്ട്. അപ്പൊ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ PR വഴിയുള്ള ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ DA സന്ദേശവും PRD പരസ്യവും ഒക്കെ ലക്ഷ്യമിടുന്നത് അതാണ്. ഈ PR ഫലം കാണുമോ? ജനങ്ങൾ പറയട്ടെ. പരസ്യമാണല്ലോ ജീവിതത്തിൽ എല്ലാ ജനങ്ങൾക്കും മുന്നേറി കൊടുക്കുന്നത്. പരസ്യമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. പരസ്യത്തിലൂടെ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യണോണ്ട് സർക്കാർ വരും. ഒരു ഗുണവുമില്ല. ഇതിന്നലെ സർക്കാർ നേരത്തെ 10 വർഷം ഇരുന്നല്ലോ. ഈ 10 വർഷം നടക്കാത്ത കാര്യം ഇനി എങ്ങനെ നടക്കും? ഒന്നും നടക്കൂല. ഇനി ഈ കേരളം ഇങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ അവര് പെൻഷൻ തരണം പറഞ്ഞു. അവരെ വീട്ടിൽ നിന്ന് കൊണ്ട് തരണമല്ല, ഞങ്ങളെ നികുതി പൈസ എടുത്താണ് പാവങ്ങൾക്ക് അവർ 2000 രൂപ കൊടുക്കുന്നത്. ഈ ബസ്സിൽ ഫ്ലക്സ് അടിച്ച പൈസ മതി ഈ പാവങ്ങൾക്ക് 2 വീട് വെച്ചു കൊടുക്കാൻ. ഒരു ഗുണമില്ല, സിനിമാക്കാർക്കുള്ള. എന്തായാലും പുള്ളിയൊന്ന് ചിരിച്ചു കാണാമല്ലോ. ഈ പരസ്യത്തിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടന്നു വരുന്നില്ല. മനസ്സിലായില്ലേ? ഓരോ ദിവസവും പത്രവാർത്തയും അതിനോടൊപ്പമുള്ള മാറ്റങ്ങളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയല്ലേ. അത് പ്രാഗൽഭ്യത്തിൽ വരുന്നില്ല. അവസാന നിമിഷം കൊണ്ടുവന്ന് ഈ ചട്ടക്കൂട്ടൊക്കെ കാണിച്ചെന്ന് പറഞ്ഞ് അതങ്ങ് ഒന്നും ആവില്ല. ഈ പരസ്യത്തിന്റെ പൈസ ആരുടെ? നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ്. ഇവിടെ ഖജനാവ് കാലിയാണ്. വേറെ സബ്സിഡി കൊടുക്കാൻ, മാവേലിസ്റ്റോർ സബ്സിഡി കൊടുക്കാൻ ക്യാഷില്ല. ഈ പരസ്യം കൊടുക്കാൻ എത്രയോ കോടി രൂപയാണ് പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞത്. എത്ര പ്രാവശ്യം കറണ്ട് ചാർജ് കൂട്ടി? ഈ 10 വർഷം കൊണ്ട് നമ്മളെ പുറത്ത് എത്ര രൂപയുടെ കറണ്ട് ചാർജിന് വർധനവ് വരുത്തി? അതെന്ത് പറയാത്ത? ബാക്കിയുള്ള സാധനങ്ങളുടെ വില വർധന എത്ര വരുത്തി? നിസ്സാരം മദ്യത്തിന്റെ വില എത്ര വർദ്ധിപ്പിച്ചു? സാധാരണ പാവപ്പെട്ടം കഴിക്കുന്നുണ്ട്. ഒന്നും ദേശത്തില്ല. ജനങ്ങൾ തീരുമാനിച്ചിരിക്കുക. പൊതുജന അഭിപ്രായമാണ് കേട്ടത്. ഇടവേളയ്ക്ക് ശേഷം